Hi friends, welcome back to High Grade YouTube channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാതക നിയമങ്ങളും മോൾ സങ്കൽപ്പനവും എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. അഥവാ നമ്മൾ ബോയിൽ നിയമത്തെയും ചാൾസ് നിയമത്തെയും അവഗാഡ്രോ നിയമത്തെയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതിൻ്റെ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ബോയിൽ നിയമം നോക്കാം. ബോയിൽ നിയമത്തിൽ നമുക്കറിയാം P ഗുണനം V സമം ഒരു സ്ഥിരസംഖ്യയാണെന്ന്, അഥവാ P ഇൻറ്റു V ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. സോ അത് വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് നമുക്കൊന്ന് കാണാം. സോ ബോർഡിലേക്ക് നോക്കുക. P1 V1 ഇസ് ഈക്വൽ ടു P2 V2. അതെങ്ങനെ കിട്ടി? നമുക്കറിയാം PV സമം സ്ഥിരസംഖ്യയാണെന്ന്. നമ്മൾ ഒരു വാതകത്തെ ഒരു മർദ്ദത്തിൽ നിന്നും ഒരു വ്യാപ്തത്തിൽ നിന്നും മറ്റൊരു മർദ്ദത്തിലോട്ടും വ്യാപ്തത്തിലോട്ടും കൊണ്ടുപോവുകയാണ്, താപനില സ്ഥിരമാക്കി വെച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മർദ്ദവും ആദ്യത്തെ വ്യാപ്തവും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയും രണ്ടാമത്തെ മർദ്ദവും രണ്ടാമത്തെ വ്യാപ്തവും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയും തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അതിനാലാണ് നമ്മൾ P1 ഗുണനം V1 ഇസ് ഈക്വൽ ടു P2 V2 എന്ന് എഴുതിയത്. അതിൽ നിന്നാണ് നമുക്ക് P1ൻ്റെ ഒരു സമവാക്യം രൂപപ്പെടുത്തിയെടുത്തത്. ആക്ച്വലി നമുക്ക് ഏതിൻ്റെ വേണമെങ്കിലും സമവാക്യം കാണാം. ഇതിൽ P1 നമുക്ക് കാണാം, ബാക്കി 3 തന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ V1 നമുക്ക് കാണാം, ബാക്കി 3 തന്നിട്ടുണ്ടെങ്കിൽ. V2 അതുപോലെ കാണാം, P2 അതുപോലെ കാണാം. സോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് P1 ആണ്. സോ P1 സമം P2 V2 ഡിവൈഡഡ് ബൈ V1. എങ്ങനെ കിട്ടി P2 V2 ഡിവൈഡഡ് ബൈ V1? ഇവിടെ P1 ഗുണനം V1 എന്നായിരുന്നല്ലോ. ഈ ഗുണനം V1 എന്നുള്ളത് സമചിഹ്നത്തിൻ്റെ ആ ഭാഗത്തോട്ട് പോകുമ്പോൾ ഹരണം V1 എന്നായി മാറും. അതുകൊണ്ട് നമുക്ക് P1 സമം P2 V2 ഡിവൈഡഡ് ബൈ V1 എന്ന് എഴുതാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തരാം. XATM മർദ്ദത്തിൽ ഉള്ള ഒരു വായു, XATM മർദ്ദത്തിലും 2 ലിറ്റർ വ്യാപ്തത്തിലുമുള്ള ഒരു വായുവിനെ നമ്മൾ 4 ATM മർദ്ദത്തിലോട്ടും 4 ലിറ്റർ വ്യാപ്തത്തിലോട്ടും മാറ്റുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ മർദ്ദം എത്ര, അഥവാ X എത്ര എന്നുള്ള ചോദ്യം. An air having X ATM pressure and 2 liter volume and it changes into 4 ATM pressure and 4 liter volume, then what will be the X? ആ X നമുക്ക് കാണണം. അവിടെ നമുക്ക് ഹിൻ്റായിട്ട് തന്നിട്ടുണ്ട് സ്ഥിര താപനിലയിൽ എന്ന്, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. സോ നമുക്കറിയാം ബോയിൽ നിയമം നമുക്കറിയാം P1 V1 സമം P2 V2. ഈ സമവാക്യം നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്നുള്ളത് എടുത്തെഴുതണം. സോ ആദ്യം നമുക്ക് നോക്കാം. P1 അവിടെയുണ്ടോ? X എന്നുണ്ട് അല്ലേ? അതുപോലെ V1 ഉണ്ടോ? 2 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ. അതുപോലെ P2 അവിടെയുണ്ടോ? 4 ATM എന്ന് തന്നിട്ടുണ്ട് നമുക്ക്. അതുപോലെ V2 4 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അഥവാ P1 V1 സമം P2 V2, അഥവാ X ഗുണനം 2 ഇസ് ഈക്വൽ ടു 4 ഗുണനം 4. സോ നമുക്ക് കാണേണ്ട ആൾ X ആണ്. അതിനെ അവിടെ നിർത്തുക. X സമം 4 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ, ഇവിടെ ഗുണനം 2 എന്നുള്ളത് സമചിഹ്നത്തിൻ്റെ ആ ഭാഗത്തോട്ട് വരുമ്പോൾ ഹരണം 2 എന്നായി മാറും. അഥവാ നമുക്ക് P1 സമം X സമം 16/2 അഥവാ 8 ATM എന്ന് കിട്ടും. നോക്കുക, ആദ്യത്തെ പ്രഷർ 8 ആയിരുന്നു, രണ്ടാമത്തെ പ്രഷർ 4 മാറി, പ്രഷർ കുറഞ്ഞു. അപ്പോൾ വ്യാപ്തം കൂടിയോ എന്ന് നോക്കാം. ആദ്യത്തെ വ്യാപ്തം 2 ആയിരുന്നു, പിന്നീട് വ്യാപ്തം 4 മാറി. ഇത് ബോയിൽ നിയമത്തിൻ്റെ ഒരു പ്രോബ്ലമാറ്റിക് സൈഡാണ്. ഇനി അടുത്തത് നമുക്ക് ചാൾസ് നിയമത്തിൻ്റെ ഇതുപോലെ നോക്കേണ്ടതുണ്ട്.
സോ ചാൾസ് നിയമത്തിൻ്റെ സമവാക്യം നമുക്കറിയാം V1 ഡിവൈഡഡ് ബൈ T1 ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, അഥവാ V/T ഒരു സ്ഥിരസംഖ്യയാണെന്ന് നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറിഞ്ഞു. സോ അതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം. നോക്കാം. സോ നോക്കാം, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ചാൾസ് നിയമം പറയുന്നത് അതിൻ്റെ വോള്യം അഥവാ വ്യാപ്തം താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും കെൽവിൻ സ്കെയിലിൽ. സോ V1 ഡിവൈഡഡ് ബൈ T1 സമം കോൺസ്റ്റൻറ്റ്. സോ നമ്മൾ അതേ വാതകത്തിൻ്റെ വ്യാപ്തം കൂട്ടുകയാണ്, അപ്പോൾ താപനിലയും കൂടും. ആ രണ്ടെണ്ണത്തിൻ്റെ ഹരണഫലങ്ങൾ തുല്യമായിരിക്കുമെന്നാണ് ചാൾസ് നിയമം പറയുന്നത്. അഥവാ ആദ്യത്തെ വ്യാപ്തവും ആദ്യത്തെ താപനിലയും ഹരിച്ച് കിട്ടുന്ന സംഖ്യയും പുതിയ വ്യാപ്തവും പുതിയ താപനിലയും ഹരിച്ച് കിട്ടുന്ന സംഖ്യയും തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് V1 ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ T2. സോ നമ്മൾ അതിൽ നിന്ന് V2 കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ബോർഡിലേക്ക് നോക്കുക. V2 ഈ സൈഡിലാണ്, അതിൻ്റെ സമചിഹ്നത്തിൻ്റെ ആ ഭാഗത്ത് മാത്രം നിർത്തുക. സോ V2 അവിടെ നമ്മൾ നിർത്തി. V1 ബൈ T1 അതുപോലെ എഴുതി. ഇവിടെ ഹരണം T2 എന്നാണ്. ഈ ഹരണം T2 എന്നുള്ളത് സമചിഹ്നത്തിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ ഗുണനം T2 എന്നായി മാറും. അപ്പോൾ നമുക്ക് V2യുടെ ഇക്വേഷൻ കിട്ടി. V2 ഇസ് ഈക്വൽ ടു V1 ബൈ T1 ഇൻറ്റു T2 എന്ന് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. സോ ഇതിലും നമുക്കൊരു പ്രോബ്ലം സൈഡ് ഫേസ് ചെയ്യേണ്ടതുണ്ട്. സോ ചോദ്യം ഇതാണ്, 300 കെൽവിൻ ഊഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന 2 ലിറ്റർ വായു 600 കെൽവിൻ ഊഷ്മാവിലേക്ക് മാറ്റുകയാണെങ്കിൽ പുതിയ വ്യാപ്തം എത്രയായിരിക്കും? ഇഫ് വി ചേഞ്ച് 300 കെൽവിൻ 2 ലിറ്റർ എയർ ഇൻറ്റു 600 കെൽവിൻ ആൻഡ് എക്സ് ലിറ്റർ വോള്യൂം, ദെൻ വാട്ട് വിൽ ബി ദ എക്സ്? സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ ആരൊക്കെയാണ് തന്നിട്ടുള്ളത്? കെൽവിൻ ഒന്ന് താപനിലയാണ്, മറ്റൊന്ന് വോള്യം വ്യാപ്തമാണ്. ഈ രണ്ടാളെ പറ്റി പറയുന്ന ഒരു നിയമമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ആ നിയമമാണ് ചാൾസ് നിയമം അഥവാ ചാൾസ് ലോ. ഇവിടെ മനസ്സിലാക്കുക, ഒരു ഹിന്റ് കൂടെ തന്നിട്ടുണ്ട്, സ്ഥിര മർദ്ദത്തിൽ എന്നുള്ള ഹിന്റ്. സോ അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ത്, ഇത് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടതാണെന്ന്. ഇത് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടതാണെന്ന്. സോ ചാൾസ് നിയമത്തിന്റെ സമവാക്യം നമുക്കറിയാം, V1 ഡിവൈഡഡ് ബൈ T1 ഇസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ T2. സോ നമുക്കൊന്ന് ചെയ്തു നോക്കാം. സോ നോക്കാം, നമുക്കറിയാം V1 ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ T2. ഇനി നമ്മൾ നോക്കേണ്ടത് ചോദ്യത്തിൽ എന്തെല്ലാം തന്നിട്ടുണ്ട്, ഗിവൺ ഡാറ്റാസ് ഇൻ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കറിയാം V1 ഈസ് ഈക്വൽ ടു 2 ലിറ്റർ, T1 ഈസ് ഈക്വൽ ടു 300 കെൽവിൻ ആൻഡ് V2 ഈസ് ഈക്വൽ ടു എക്സ്, ദെൻ T2 ഈസ് ഈക്വൽ ടു 600 കെൽവിൻ. നമുക്ക് കാണേണ്ടത് എക്സ് ആണ് അഥവാ V2 ആണ്. സോ നമ്മൾക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. V2നെ അവിടെ നിർത്തിക്കൊണ്ട് T2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. സോ നമുക്ക് കിട്ടി V2 ഈസ് ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ T1 ഇൻറ്റു T2. സോ അത് നമ്മൾ നേരെ അപ്ലൈ ചെയ്തു ഈ ഗിവൺ ഡാറ്റാസ് എല്ലാം. അപ്പോൾ 2/300 ഇൻറ്റു 600 എന്ന് കിട്ടും. അത് ചെയ്തു വരുമ്പോൾ നമുക്ക് 4 ലിറ്റർ എന്ന് കിട്ടും. ഇതാണ് ചാൾസ് ലോന്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ അടുത്തത് നമുക്ക് ആപേക്ഷിക അറ്റോമിക് മാസ് അല്ലെങ്കിൽ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണെന്ന് നോക്കണം. ഇത് പറയുന്നതിന് മുന്നേ ഒരു ചെറിയ എക്സാമ്പിൾ നിങ്ങളിലോട്ട് ഇട്ടുതരാം. ഒരു വെയിൻ ബാലൻസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ത്രാസ് എടുക്കുക. നിങ്ങൾ
എന്നിട്ട് അതിൽ നമുക്ക് വെജിറ്റബിൾസ് കുറച്ച് തൂക്കണം എന്ന് വിചാരിക്കുക. സോ നമ്മുടെ കയ്യിൽ 1 കിലോഗ്രാമിൻ്റെ ഒരു കട്ടിയുണ്ട്. അതുപോലെ അതിന് ഉതകുന്ന വെജിറ്റബിൾ നമുക്ക് എടുത്ത് തൂക്കണം. സോ നമ്മൾ ത്രാസിൻ്റെ ഒരു ഭാഗത്ത് 1 കിലോഗ്രാം കട്ടി ഇട്ടു. നിങ്ങൾക്ക് ചിത്രം ബോർഡിൽ കാണാൻ പറ്റും. അതുപോലെ വെജിറ്റബിൾസ് മറ്റു സൈഡിൽ ഇട്ടു. ഈ 1 കിലോഗ്രാമിന് തുല്യമാകുന്ന വെജിറ്റബിൾസ് മറ്റു ഭാഗത്ത് വരുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിൽ അഥവാ ആ ത്രാസ് അനങ്ങാണ്ട് നിൽക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്ക് ഇതുപോലെ ആറ്റങ്ങളുടെ മാസ് ഈ ത്രാസിലിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ 1 കിലോഗ്രാമിൻ്റെ കട്ടയിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് ഉത്തരം. കാരണം ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്, വളരെ സൂക്ഷ്മ കണങ്ങളാണ്. സോ അതിന് നമുക്ക് ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു കട്ടയുണ്ട്. ആ കട്ടയാണ് കാർബൺ 12 എന്ന് പറയുന്നത്. കാർബൺ 12ൻ്റെ 12ൽ ഒരു ഭാഗവുമായി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ 100 ഗ്രാം വെജിറ്റബിൾ എടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 1 കിലോഗ്രാമിൻ്റെ കട്ട നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ തുല്യ 10 ഭാഗങ്ങളാക്കുക. അപ്പോൾ 100 ഗ്രാമിൻ്റെ 10 കട്ട കിട്ടും. എന്നിട്ട് ഒരു കട്ട അവിടെ വെക്കുക, 100 ഗ്രാമിന് ഒരു കട്ട വെക്കും. നമുക്ക് 100 ഗ്രാമിന് ഒതുക്കുന്ന വെജിറ്റബിൾസ് ഇതിലോട്ട് ഇടുക, ഇക്വിലിബ്രിയം നോക്കുക, നമുക്ക് വെജിറ്റബിൾസ് അങ്ങനെ എടുക്കാം. അതുപോലെ കാർബണിനെയും 12 ഈക്വൽ ഭാഗങ്ങളാക്കി മാറ്റുക. 12 ഈക്വൽ, കാരണം കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ഗ്രാം ആണെന്ന് ഞാൻ പറഞ്ഞു. സോ അതിനെ 12 തുല്യ ഭാഗങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം 1 U അല്ലെങ്കിൽ 1 ഗ്രാം എന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പം നമ്മൾ അതിനോടനുബന്ധിച്ച് മറ്റുള്ളതിൻ്റെ മാസ് പറയുന്നു. അതാണ് ആപേക്ഷിക അറ്റോമിക് മാസ്. ഒന്നുകൂടെ പറയാം. കാർബൺ 12ൻ്റെ 12ൽ ഒരു ഭാഗത്തെ യൂണിറ്റ് മാസായി പരിഗണിച്ച് മറ്റുള്ള മൂലകങ്ങളുടെ മാസ് നിർണ്ണയിക്കുന്ന രീതിയാണ് ആപേക്ഷിക അറ്റോമിക് മാസ്. റിലേറ്റീവ് അറ്റോമിക് മാസ് മീൻസ് expressing the mass of element by considering the mass of 1/12th part of carbon 12 atom as a unit mass. So relative atomic mass അല്ലെങ്കിൽ ആപേക്ഷിക അറ്റോമിക് മാസ് അളക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതാണ് AMU, അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ യൂണിഫൈഡ് യൂണിറ്റ് എന്ന് പറയും നമ്മൾ. അതാണ് ബോർഡിൽ 1 എന്നിട്ടിട്ടുള്ളത്, AMU/U എന്നിട്ടിട്ടുള്ളത്. സോ ഇതാണ് ആറ്റങ്ങളുടെ ഭാരത്തിൻ്റെ യൂണിറ്റ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഒരു വെയിങ് ബാലൻസ് അവിടെ ഉണ്ട്. നമുക്ക് ഓരോ ആറ്റങ്ങളുടെയും അറ്റോമിക് മാസ് കണ്ടു നോക്കാം. അതിന് നമ്മൾ കാർബൺ 12നെ തുല്യ 12 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൻ്റെ ഭാരം 1 U ആണെന്ന് സങ്കല്പിക്കാം. അഥവാ അറ്റോമിക് മാസ് നമ്മൾ പറയുന്ന യൂണിറ്റാണ് U. അതുകൊണ്ട് 1 U ആണെന്ന് സങ്കല്പിക്കാം. ആണ്. സോ നമ്മൾ ഹൈഡ്രജനെ ഒരു ഭാഗത്ത് വെച്ചാൽ മറുഭാഗത്തെ C12ൻ്റെ ചെറിയ ഒരു കണികയാണ് വെക്കേണ്ടത്. അഥവാ 1 ഗ്രാമുള്ള ചെറിയ ഒരു കട്ടയാണ് അവിടെ വെക്കേണ്ടത്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 U ആണ് എന്ന്. സോ അതുപോലെ നമ്മൾ ഹീലിയം വെക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെറിയ 4 കട്ടകൾ വെക്കണം, അഥവാ 4 U വെക്കണം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹീലിയത്തിൻ്റെ അറ്റോമിക ഭാരം എന്ന് പറയുന്നത് 4 U ആണെന്ന്. അതുപോലെ നമുക്ക് കാർബൺ വെച്ച് നോക്കിയാൽ, കാർബൺ ഈ സൈഡിൽ വെച്ച് നോക്കിയാൽ എത്ര എണ്ണം അവിടെ വെക്കേണ്ടി വരും? കാർബണിൻ്റെ നമുക്കറിയാം 12 ആണെന്ന്. അപ്പോൾ 12 കട്ടയും വെച്ചാലേ ഇക്വിലിബ്രിയത്തിൽ നമ്മുടെ ത്രാസ് നിൽക്കൂ. അതുപോലെ നമ്മൾ നൈട്രജൻ വെച്ചാലോ 14 എന്ന് കിട്ടും. ഓക്സിജൻ വെച്ചാൽ 16 എന്ന് കിട്ടും. സോഡിയം വെച്ചാൽ 23 എന്ന് കിട്ടും. സോ ഇതിൻ്റെ എല്ലാം യൂണിറ്റ് U ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമുക്ക് 23 AMU അങ്ങനെ എഴുതാം. 1 AMU or 1 U എന്നൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളുടെ ഭാരം നമ്മൾ AMUലാണല്ലോ ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിനെ ഗ്രാമിൽ പറയുക. അത്ര സിമ്പിളാണ്. അഥവാ നമ്മൾ ഹൈഡ്രജൻ്റെ ഭാരം 1 U എന്ന് പറഞ്ഞു, 1 U. അതിനെ നമ്മൾ ജസ്റ്റ് എന്താക്കി മാറ്റുക? 1 ഗ്രാം എന്നാക്കി മാറ്റുക. അതാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ. സോ ഹീലിയത്തിൻ്റെ 4 U എന്നായിരുന്നല്ലോ. അപ്പോൾ അത് എന്തായി മാറും? 4G അല്ലെങ്കിൽ 4 ഗ്രാം എന്നായി മാറും.
So gram atomic mass is nothing but expressing the atomic mass unit in terms of grams. അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറയുന്ന രീതി, അതാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ. അടുത്ത് നമ്മൾ വളരെ വിശാലമായ ഒരു ഭാഗത്തോട്ടാണ് കടക്കാൻ പോകുന്നത്. സോ പറയുന്ന ഓരോ വാക്കുകൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ശ്രദ്ധിക്കുക. മോൾ ആറ്റംസ് എന്താ എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന് ഒരു എക്സാമ്പിൾ ഞാൻ അതിനു മുന്നേ നിങ്ങൾക്ക് തരികയാണ്. നമ്മളൊക്കെ ഫ്രണ്ട്സിൻ്റെയോ നമ്മുടെ കുടുംബാദികളുടെയൊക്കെ വീട്ടിൽ ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാൻ കടയിൽ പോകും. സപ്പോസ് നിങ്ങൾ ഒരു കടയിൽ പോയി ഡൈനിങ് സെറ്റാണ് വാങ്ങുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ കടക്കാർ ചോദിക്കും, എന്താണ് വേണ്ടത്? ഡൈനിങ് സെറ്റിലെ ഒരു ഡസൻ ഗ്ലാസ് എടുക്കട്ടെ എന്ന് ചോദിക്കും. ഡസൻ, അതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ ഡസൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡസൻ ഗ്ലാസ് എടുക്കട്ടെ എന്നാണ് നമ്മളോട് ചോദിച്ച്. നമ്പർ ഒന്നല്ല നമ്മളോട് പറഞ്ഞത്, ഒരു ഡസൻ. അപ്പോൾ എന്താ ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയേ? ഒരു ഡസൻ സമം 12 എണ്ണം എന്നാണ് അർത്ഥം. അതുപോലെ തന്നെയാണ് മോൾ എന്ന് പറയുന്നതിനും ഒരർത്ഥമുണ്ട്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 ഗുണിക്കണം 10⁻23 എണ്ണം എന്നാണ് അർത്ഥം. ഒരു മോൾ is equal to 6.022 into 10⁻23 numbers എന്നാണ് അർത്ഥം. സോ എന്താണ് ഒരു മോൾ ആറ്റം എന്ന് പറഞ്ഞാലോ? ഈ വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ 6.022 ഗുണിക്കണം 10⁻23 എണ്ണം ആറ്റങ്ങൾ എന്നാണ് അർത്ഥം. സോ നമ്മൾ ഒരു ഡസൻ പറഞ്ഞ പോലെ തന്നെ 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ 6.022 ഗുണിക്കണം 10⁻23 ആറ്റം എണ്ണം എന്നാണ് അർത്ഥം. അത്രയും എണ്ണം ആറ്റങ്ങൾ. ഇനി എന്താണ് ഈ 6.022 ഗുണിക്കണം 10⁻23? ഇതിനെ പറയുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. അതിനെ നമുക്ക് NA എന്നിട്ട് സൂചിപ്പിക്കാം. അഥവാ നമ്പർ ഓഫ് അവഗാഡ്രോ is equal to 6.022 into 10⁻23 എന്ന് പറയാം. സോ ഇനി മോൾ ആറ്റങ്ങളുടെ എണ്ണം നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഒരു വസ്തു, ഒരു ആറ്റം, ഒരു മൂലകം നമുക്ക് തന്നാൽ അതിലുള്ള മോൾ ആറ്റംസ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അതിനൊരു സമവാക്യം നമുക്കറിയാം. മോൾ ആറ്റങ്ങളുടെ എണ്ണം, മോൾ ആറ്റംസ് is equal to given mass, തന്നിട്ടുള്ള മാസ്, ഡിവൈഡഡ് ബൈ GAM അഥവാ ഗ്രാം അറ്റോമിക് മാസ്. അഥവാ നമുക്കറിയാം തന്നിട്ടുള്ള മാസ് എത്രയാണെന്ന് ചോദ്യത്തിൽ നമുക്ക് തരും, അല്ലെങ്കിൽ നമുക്ക് കാണാനുള്ള ചോദ്യത്തിൽ തരും. GAM എന്താ? അത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് ഒരു U ആണെന്ന്. അതിനെ ഗ്രാമിൽ പറയുന്നത് 1G. അപ്പോൾ അവിടെ GAM 1 എന്നാണ്. സോ ഹീലിയത്തിൻ്റെ GAM 4 ആണ്, കാർബണിൻ്റെ 12 ആണ്. സോ സമവാക്യം നമ്മൾ കണ്ടല്ലോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം, മോൾ ആറ്റംസ് സമം തന്നിട്ടുള്ള മാസ് ഓർ ഗിവൻ മാസ് ഡിവൈഡഡ് ബൈ GAM. ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: 46 ഗ്രാം സോഡിയം ആറ്റത്തിൽ എത്ര മോൾ ആറ്റങ്ങളുണ്ട്? ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 46 ഗ്രാം സോഡിയം ആറ്റം. സോ നമുക്ക് ഇക്വേഷൻ അറിയാം. സോ നമ്മളത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമുക്ക് തന്നിട്ടുള്ള മാസ് 46 ഗ്രാം ആണ്. തന്നിട്ടുള്ള മാസ് 46. സോ നമുക്ക് GAM അറിയണം. സോഡിയത്തിൻ്റെ GAM ഒന്നിരിക്കൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. GAM സോഡിയത്തിൻ്റെ 23 ആണ്. സോ 46 ഡിവൈഡഡ് ബൈ 23
2 മോൾ ആറ്റം എന്ന് തന്നെ എഴുതണം. 2 മോൾ ആറ്റം എന്ന് നമുക്ക് കിട്ടും. സോ ഇനി ചില ചോദ്യങ്ങളിൽ നമുക്ക് മോൾസ് ഓഫ് ആറ്റംസ് തരും, അഥവാ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് നമുക്ക് തരും, പക്ഷെ നമുക്ക് ഗിവൺ മാസ് തരില്ല. അപ്പോൾ അതിൻ്റെ ഭാരം അല്ലെങ്കിൽ മാസ് എത്രയാണെന്ന് നമുക്ക് കാണണം. ഗിവൺ മാസ് എത്രയാണെന്ന് അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മറ്റേ എക്സ്പ്രഷനിൽ നിന്ന് തന്നെയാണ്. അഥവാ മോൾസ് ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM എന്ന് നമ്മൾ പഠിച്ച ആ ഒരു ഇക്വേഷനില്ലേ, അതിൽ നിന്ന് തന്നെയാണ് ഗിവൺ മാസ് കാണാനുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നോക്കുക, നമ്മുടെ നേരത്തെ എക്സ്പ്രഷൻ ഇവിടെ ബോർഡിലുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, GAM സമചിഹ്നത്തിൻ്റെ ആ ഭാഗത്തായിരുന്നു. അതിനെ സമചിഹ്നത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഗുണനം എന്നാകും. സോ ഗിവൺ മാസ് അവിടെ തന്നെ വെച്ചു, മറ്റുള്ളതിനെ സമചിഹ്നത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. ഗിവൺ മാസ് സമം സമചിഹ്നത്തിൻ്റെ ഈ ഭാഗത്ത് ആദ്യം ഉണ്ടായിരുന്നേ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം ആണ്, അല്ലെങ്കിൽ മോൾസ് ഓഫ് ആറ്റം ആണ്. മോൾസ് ഓഫ് ആറ്റം ഇൻറ്റു അവിടെ ഹരണം GAM ആയിരുന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇൻറ്റു GAM എന്നായി മാറി. അഥവാ നമുക്ക് കിട്ടി ഗിവൺ മാസ് കാണാനുള്ള സമവാക്യം ഗിവൺ മാസ് ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് ആറ്റംസ് ഇൻറ്റു GAM. ഇത് മനസ്സിലാകാൻ നമുക്ക് ഒരു ചോദ്യം നോക്കാം. 2 മോൾ കാർബൺ ആറ്റത്തിൻ്റെ മാസ് കാണുക എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. ഫൈൻഡ് ഔട്ട് ദ മാസ് ഓഫ് 2 മോൾ കാർബൺ ആറ്റം. ഇങ്ങനൊരു ചോദ്യം തന്നാൽ നമുക്ക് ഇക്വേഷൻ അറിയാം. ഗിവൺ മാസ് കാണാനുള്ള ഗിവൺ മാസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ഗുണിക്കണം GAM. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡൗട്ട്, കാർബണിൻ്റെ GAM എത്ര? നേരത്തെ നമ്മൾ പഠിച്ചു, കാർബണിൻ്റെ GAM എന്ന് പറയുന്നത് 12U ആണ്. അതിനെ ഗ്രാമിൽ പറഞ്ഞാൽ 12 ഗ്രാം ആണെന്ന് പഠിച്ചു. ഓക്കെ, സോ നോക്കാം. സോ നോക്കുക നമ്മുടെ സമവാക്യം. ഇനി ചോദ്യത്തിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയെന്ന് എടുത്ത് എഴുതണം. നമുക്ക് നമ്പർ ഓഫ് മോൾസ് അറിയാവോ? ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ 2 മോൾ എന്ന്. GAM കാർബണിൻ്റെ GAM എത്ര? കാർബണിൻ്റെ GAM സമം 12U അഥവാ 12 ഗ്രാം എന്ന് എഴുതി. സോ ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഇക്വേഷനിലോട്ട് അത് കൊടുത്തൂടെ? ഗിവൺ മാസ് സമം 12 ഗുണിക്കണം 2 അല്ലെങ്കിൽ 2 ഗുണിക്കണം 12 സമം 24 ഗ്രാം കാർബൺ ആറ്റം എന്നും കൂടി എഴുതണം. കാർബൺ ആറ്റം നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസിനെ കുറിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ മോൾ ആറ്റങ്ങളുടെ എണ്ണത്തെ കുറിച്ചാണ്. അത് മറക്കാതെ മൈൻഡിൽ വെച്ചോളാം. സോ മോൾ ആറ്റങ്ങളുടെ എണ്ണം കാണാൻ വേറൊരു സൂത്രവാക്യം കൂടിയുണ്ട്. അഥവാ നമുക്ക് ആറ്റങ്ങളുടെ എണ്ണമാണ് തന്നത് എങ്കിൽ എങ്ങനെ കാണാം എന്നുള്ളത് സമവാക്യത്തിലോട്ട് നമുക്ക് നേരിട്ട് പോവാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് സമം ഗിവൺ നമ്പർ ഓഫ് ആറ്റംസ് ഡിവൈഡഡ് ബൈ NA. വാട്ട് ഈസ് NA? എന്താണ് NA? നമ്മൾ നേരത്തെ പഠിച്ചു. NA എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പറാണ്, അഥവാ ആ നമ്പർ 6.022 ഗുണനം 10⁻23 ആണ് എന്ന്. 6.022 × 10⁻23. സോ നമ്മൾ മോൾ ആറ്റംസ് കാണാനുള്ള വേറൊരു സൂത്രവാക്യമാണ് ഇവിടെ കണ്ടത്. സോ നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചോദ്യത്തിലോട്ട് കടന്നു നോക്കാം. 12.044 ഗുണനം 10⁻23 എണ്ണം കാർബൺ ആറ്റങ്ങളിൽ എത്ര മോൾ ആറ്റം കാർബൺ ഉണ്ട്? എത്ര മോൾ ആറ്റം കാർബൺ ഉണ്ട്? ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് moles of carbon atom present in
12.044 into 10⁻23 carbon atoms. So നമുക്കതിനെ സമവാക്യം അറിയാം. Number of moles of atoms is സമം given number of atoms divided by Na അഥവാ number of Avogadro. സോ നോക്കുക, നമുക്ക് ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് എടുത്ത് എഴുതണം ഈ ചോദ്യം സോൾവ് ചെയ്യുമ്പോൾ. നമുക്ക് ആദ്യം അറിയാം നമ്പർ ഓഫ് അവഗാഡ്രോ Na 6.022 ഗുണനം 10⁻23 സോ നമുക്ക് എന്താ ഗിവൺ അവിടെ എന്താണ് ഗിവൺ ഡാറ്റ? ഗിവൺ ഡാറ്റ 12.044 ഗുണനം 10⁻23 എണ്ണം കാർബൺ ആറ്റം എന്ന് പറഞ്ഞു. സോ അത് ഗിവൺ ആയിട്ടുണ്ട്. സോ ഇനി നേരിട്ട് നമ്മൾ അത് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് മോൾസ് ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു 12.044 ഗുണിക്കണം 10⁻23 ഡിവൈഡഡ് ബൈ 6.022 ഗുണിക്കണം 10⁻23 എന്ന് കിട്ടും. സോ മോളിലും താഴെയും കോമൺ ആയിട്ടുള്ളതിനെ നമ്മൾ വെട്ടിക്കളഞ്ഞു, എന്നിട്ട് ഹരിച്ചപ്പോൾ ഉത്തരം നമുക്ക് 2 മോൾ ആറ്റം എന്ന് തന്നെ എഴുതണം. 2 മോൾ ആറ്റം എന്ന് കിട്ടി. 2 മോൾ ആറ്റം കാർബൺ എന്ന് കിട്ടി. സോ നമുക്ക് ഈ സമവാക്യം ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് തന്നെ മറ്റൊന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സോ നമുക്ക് കാണേണ്ടത് ഗിവൺ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. നമുക്ക് മോളുകളുടെ എണ്ണം അറിയാമെങ്കിൽ അതിലുള്ള ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കാണാം? മോളുകളുടെ എണ്ണം അറിയാമെങ്കിൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം നമുക്ക് എങ്ങനെ കാണാം? സോ നോക്കാം. സോ ഗിവൺ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു, നമ്മൾ നമ്പർ ഓഫ് അവഗാഡ്രോ സമചിഹ്നത്തിൻ്റെ ആ ഭാഗത്താണ്, അത് ഹരിക്കണം എന്നുള്ള ഭാഗത്തായിരുന്നു, അതിനെ സമചിഹ്നത്തിൻ്റെ ഈ ഭാഗത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അത് ഗുണിക്കണം എന്നായി മാറും. അപ്പോൾ നമുക്ക് നോക്കാം. ഗിവൺ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു മോൾസ് ഓഫ് ആറ്റംസ് ഇൻറ്റു അഥവാ ഗുണനം നമ്പർ ഓഫ് അവഗാഡ്രോ. സോ നമ്മൾ ഗിവൺ നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ പഠിച്ചു. ഒരു മൂലകത്തിൻ്റെ മോളുകളുടെ എണ്ണം തന്നാൽ അതിൽ എത്ര എണ്ണം ആറ്റങ്ങളുണ്ട് ആകെ എന്ന് നമ്മൾ കാണാനുള്ള സൂത്രവാക്യമാണ് പഠിച്ചത്. അഥവാ ഗിവൺ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു മോൾസ് ഓഫ് ആറ്റം ഇൻറ്റു നമ്പർ ഓഫ് അവഗാഡ്രോ അഥവാ Na. ഇനി ഇത് ഒന്ന് ക്ലിക്ക് ആവാൻ വേണ്ടി നമുക്കൊരു ചോദ്യം ചെയ്തു നോക്കാം. അഥവാ ചോദ്യം ഇതാണ്: 2 മോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര എണ്ണം ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ട് എന്ന്. ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം പ്രസന്റ് ഇൻ 2 മോൾസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. സോ നമുക്ക് ഗിവൺ ഡാറ്റ എടുത്ത് എഴുതേണ്ടതുണ്ട്. സോ നോക്കുക, ഗിവൺ ഡാറ്റ നമുക്ക് മോൾസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം തന്നിട്ടുണ്ട്. മോൾസ് ഓഫ് ആറ്റംസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ 2. അതുപോലെ തന്നെ
നമ്പർ ഓഫ് അവഗാഡ്രോ അത് നമുക്ക് അറിയാം, 6.022 ഗുണിക്കണം 10⁻23. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമവാക്യത്തിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഗിവൺ നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് ആറ്റം ഇൻറ്റു Na, അഥവാ 2 ഗുണിക്കണം 6.022 ഗുണനം 10⁻23. സോ ദ ആൻസർ ഈസ് 12.044 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് ആറ്റംസ്, അല്ലെങ്കിൽ അത്ര എണ്ണം ആറ്റങ്ങൾ എന്നർത്ഥം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. നമ്മൾ ഇന്ന് നോക്കിയതിൽ മോൾ ആറ്റങ്ങളെ കുറിച്ചുള്ള ഭാഗം നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. അതാണ് ഇത്തിരി ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഭാഗം. സോ ഇറ്റ് ഈസ് നോട്ട് ദ ടൈം ഫോർ ലുക്കിംഗ് എക്സ്ക്യൂസസ്. സോ ചേസ് യുവർ ഡ്രീം. പ്രതിസന്ധികൾ പലതും വരും, പക്ഷെ നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കുക. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.